ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി കോക്കനട്ട് ബോൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മധുരത്തിനനുസരിച്ച് 3 ടേബിൾ സ്പൂൺ വരെ ആവാം. പക്ഷേ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂൺ പാലിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് കൈകൊണ്ട് ബോൾസ് ആക്കാൻ പറ്റണം. അപ്പോൾ അതാണ് അതിൻ്റെ പരിവം. അപ്പോൾ ഇനി ബോൾസ് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ച് കൂടിയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൽ ചേർത്ത് കൊടുത്താൽ മതി. അതെ, ഇപ്പോൾ ഞാൻ നല്ലപോലെ മിക്സാക്കി വന്നിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂനട്ടും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ എടുത്ത് നമുക്ക് ബോൾസ് ആക്കാൻ തുടങ്ങാം. അതിനുശേഷം അതിലേക്ക് ഇതുപോലെ ഒരു നട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്നും കൂടി ഉരുട്ടി കൊടുക്കുക. ഇതേ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും അതിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും ഞാൻ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ബോൾസ് റെഡിയായി. ഇതിന് ഏകദേശം നമ്മുടെ റാഫിലോ ചോക്ലേറ്റ്സിൻ്റെ ടേസ്റ്റാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.